എല്ലാവരും ഇല്ല, നമുക്കറിയാലോ അവരുടെ പ്രായത്തിൻ്റെ ആയിരിക്കാം, അതില്ലെങ്കിൽ അറിവില്ലായ്മ ആയിരിക്കാം. പക്ഷെ ഒരു ഗുരു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു തന്നെയാണ്. അത് കാരണം നമുക്ക് ഞാനിത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ തന്നെ വേണ്ട, ഒരു ഗുരു എന്ന നിലയ്ക്ക് ഇത് പറയാൻ പാടില്ലായിരുന്നു. കാരണം ഞാനൊരു ടീച്ചറാണ്, എനിക്ക് ഒത്തിരി കുട്ടികളെന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിന് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ സ്റ്റുഡൻ്റ് ആയാൽ പോലും അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കുട്ടി തന്നെയാണെങ്കിലും വേറൊരാളെ കുറിച്ച് നമ്മൾ ഇത് പറയും. സോ അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം, പക്ഷെ ഇത് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് പല കുട്ടികളാണെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ബോഡി ഷേമിംഗ് പലപ്പോഴും പല കുട്ടികൾക്കെതിരെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം കലയെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക്? ഒരു യഥാർത്ഥ കലാകാരനോ കലാകാരിയോ ആണെങ്കിൽ അത് പറയില്ല. നിങ്ങളൊരു ശരിക്കുള്ളൊരു കലാകൃതിയുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം പറയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാനതൊരിക്കലും ചെയ്യില്ല. യഥാർത്ഥ ഒരു കലാകാരനോ കലാകാരിയാണെങ്കിലും ചെയ്യില്ല. ശരിക്കും അവർ പറയുന്നത് ആ ഫോമിൽ അങ്ങനെ ഒരു കോളം ഉണ്ട്, സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ജഡ്ജ്മെന്റ് ഞാൻ പോയിട്ടില്ല. സോ അതുകൊണ്ട് എനിക്കതറിയില്ല. പക്ഷെ നമ്മൾ പറയാ ആർട്ടിസ്റ്റിന്റെ കഴിവല്ലേ. നമ്മൾ ഇത് ചിലപ്പം അപ്പിയറൻസ് വൈസ് ഓക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലത്തെ കഴിവിനല്ലേ നമ്മൾ നോക്കുക. സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാൻ എത്ര സുന്ദരിയാണെങ്കിലും മിനകെട്ട് പെർഫോം ചെയ്ത ആരും തന്നെ അംഗീകരിക്കുന്നത്. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ പേഴ്സണലി ഫീൽ ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അല്ലാണ്ട് അവരുടെ സൗന്ദര്യം മേ ബി ഒരു ചെറിയൊരു ശതമാനമായിരിക്കും, ബട്ട് സ്റ്റിൽ ഒരാളിങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഭയങ്കര സുന്ദരിയായിട്ട് ഒന്നും കളിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ചു.